ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് ഫ്രേസസ് ആണ്. നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഫ്രേസസ്. ഫസ്റ്റ് വൺ, ഹിയർ ആൻഡ് ദർ. അവിടെയും ഇവിടെയും. ഫ്ലവേഴ്സ് ബ്ലൂംഡ് ഹിയർ ആൻഡ് ദർ ഇൻ ദ ഗാർഡൻ. പൂക്കൾ പൂന്തോട്ടത്തിൽ അവിടെയും ഇവിടെയും വിരിഞ്ഞു. ബുക്സ് ആർ ലൈയിങ് ഹിയർ ആൻഡ് ദർ. അവിടെയും ഇവിടെയുമായി ബുക്കുകളൊക്കെ കിടക്കുന്നു. നെക്സ്റ്റ് വൺ, വൺ ബൈ വൺ. ഓരോന്നായി, ഓരോരുത്തരായി. ദ ഗസ്റ്റ് അറൈവ്ഡ് വൺ ബൈ വൺ അറ്റ് ദ പാർട്ടി. പാർട്ടിയിൽ അതിഥികൾ ഓരോരുത്തരായി വന്നു. അഗെയിൻ ആൻഡ് അഗെയിൻ. He checked the answers again and again to make sure that they were correct. ശരിയാണ് എന്നുറപ്പ് വരുത്തുന്നതിനായി അദ്ദേഹം ആൻസേഴ്സ് വീണ്ടും വീണ്ടും ചെക്ക് ചെയ്തു. ലിറ്റിൽ ബൈ ലിറ്റിൽ. കുറേശ്ശെ കുറേശ്ശെയായി. ലിറ്റിൽ ബൈ ലിറ്റിൽ ഷീ സ്റ്റാർട്ടഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ ലാംഗ്വേജ്. കുറേശ്ശെ കുറേശ്ശെയായി അവൾ ഭാഷ മനസ്സിലാക്കി തുടങ്ങി. ബാക്ക് ടു ബാക്ക്. ഒന്നിനു പിന്നിൽ ഒന്നായി. ഒന്ന് കഴിയുമ്പോൾ വേറൊന്ന്, അങ്ങനെ. അതിനിടയിൽ ഒരു ഗ്യാപ്പില്ല. ദേ ഹാഡ് ബാക്ക് ടു ബാക്ക് മീറ്റിംഗ്സ് ഓൾ ഡേ. ദിവസം മുഴുവൻ അവർക്ക് തുടർച്ചയായിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു. മോർ ആൻഡ് മോർ. കൂടുതൽ കൂടുതൽ. ദ സിറ്റി ഈസ് ബിക്കമിങ് മോർ ആൻഡ് മോർ ക്രൗഡഡ് എവറി ഇയർ. നഗരം ഓരോ വർഷവും കൂടുതൽ കൂടുതൽ തിരക്കായിക്കൊണ്ടിരിക്കുകയാണ്. ലെസ് ആൻഡ് ലെസ്. ഹി ടോക്സ് ടു ഹിസ് ഫ്രണ്ട്സ് ലെസ് ആൻഡ് ലെസ് ദീസ് ഡേയ്സ്. ഈയിടെയായി അവൻ ഫ്രണ്ട്സിനോട് കുറച്ച് കുറച്ച് സംസാരിക്കുന്നുള്ളൂ. അത് കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ആ സംസാരം കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്നാണ് അതിൻ്റെ മീനിങ്. ഹി ടോക്സ് ടു ഹിസ് ഫ്രണ്ട്സ് ലെസ് ആൻഡ് ലെസ് ദീസ് ഡേയ്സ്. ഡേ ബൈ ഡേ. ഓരോ ദിവസവും, ദിനം പ്രതി. ഹി ഈസ് ഇംപ്രൂവിങ് ഹിസ് സ്കിൽസ് ഡേ ബൈ ഡേ വിത്ത് പ്രാക്ടീസ്. അവൻ തൻ്റെ കഴിവുകൾ ദിനം പ്രതി പരിശീലനം കൊണ്ട് മെച്ചപ്പെടുത്തുന്നു. ഓൺ ആൻഡ് ഓഫ്. ഓൺ ആൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഇടയ്ക്ക്, അറ്റ് ഇൻ്റർവെൽസ്. ഇറ്റ് റെയിൻഡ് ഓൺ ആൻഡ് ഓഫ് മോസ്റ്റ് ഓഫ് ദി ആഫ്റ്റർനൂൺ. ഉച്ചയ്ക്ക് മിക്കവാറും സമയങ്ങളിലൊക്കെ മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്തു. അപ്പോൾ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വരും, മഴ പെയ്യും, പിന്നീട് കുറച്ച് കഴിയും വീണ്ടും പെയ്യും. അതുപോലെ ഓവർ ആൻഡ് ഓവർ. വീണ്ടും വീണ്ടും, പിന്നെയും പിന്നെയും എന്നാണ് അതിൻ്റെ മീനിങ്. ഷീ എക്സ്പ്ലെയിൻഡ് ദ കോൺസെപ്റ്റ് ഓവർ ആൻഡ് ഓവർ ടു മേക്ക് ഷുവർ ദാറ്റ് എവരി വൺ അണ്ടർസ്റ്റുഡ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് ഉറപ്പുവരുത്താൻ അവൾ ആ ഒരു കോൺസെപ്റ്റ് വീണ്ടും വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്തു. ബിറ്റ് ബൈ ബിറ്റ്. ബിറ്റ് ബൈ ബിറ്റ് എന്ന് പറഞ്ഞാൽ കുറേശ്ശെ കുറേശ്ശെ. എ ലിറ്റിൽ ബിറ്റ് അറ്റ് എ ടൈം. ഹീ സേവ്ഡ് മണി ബിറ്റ് ബൈ ബിറ്റ്. അദ്ദേഹം കുറേശ്ശെ കുറേശ്ശെയായി പൈസ സേവ് ചെയ്തു, പൈസ സമ്പാദിച്ചു. ഫാർ ആൻഡ് വൈഡ്. ഫാർ ആൻഡ് വൈഡ് എന്ന് പറഞ്ഞാൽ ഓവർ എ ലാർജ് ഏരിയ, ഒരുപാട് സ്ഥലത്തേക്ക്, ഒരുപാട് ഡിസ്റ്റൻസിലേക്ക്, ദൂരത്തേക്ക്. ദ ന്യൂസ് സ്പ്രെഡ് ഫാർ ആൻഡ് വൈഡ് അക്രോസ് ദ കൺട്രി. ആ ന്യൂസ് ഒരുപാട് സ്ഥലങ്ങളിലേക്ക്, രാജ്യം മുഴുവൻ വ്യാപിച്ചു. റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് എന്നത് ഒരു ഇഡിയം ആണ്. എവരിവേർ, എല്ലായിടത്തും എന്നാണ് മീനിങ്. ദ കമ്പനി ഈസ് ഹയറിംഗ് പീപ്പിൾ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ടു മീറ്റ് ദ ഡിമാൻഡ്. കമ്പനി എല്ലായിടത്തു നിന്നും ആളുകളെ നിയമിക്കുന്നു, അവരുടെ
ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, ഏറ്റവും പ്രധാനപ്പെട്ടത്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, സേഫ്റ്റി ഈസ് അവർ ടോപ്പ് പ്രയോറിറ്റി. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുരക്ഷിതത്വം ആണ്. നൗ ഓർ നെവർ, ഇപ്പോൾ അല്ലെങ്കിൽ പിന്നെ വേണ്ട എന്ന അർത്ഥത്തിലാണ്. നൗ ഓർ നെവർ, അർജൻസി കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഒരു ഡിസിഷൻ ഇപ്പോൾ തന്നെ എടുക്കുക, അതല്ലെങ്കിൽ പിന്നെ വേണ്ട, പിന്നെ ഒരിക്കലും വേണ്ട. എടുക്കുന്നെങ്കിൽ ഇപ്പോൾ തന്നെ അതെടുക്കുക, ആ ഒരു ഡിസിഷൻ എടുക്കുക എന്നാണ് ഇതിൻ്റെ മീനിങ്. നൗ ഓർ നെവർ. ദ സെയിൽ എൻഡ്സ് ടുഡേ, സോ ഇറ്റ്സ് നൗ ഓർ നെവർ ടു ഗെറ്റ് ദ ഡീൽ. സെയില് ഇന്ന് അവസാനിക്കുകയാണ്. എടുക്കുന്നെങ്കിൽ ഇപ്പോൾ തന്നെ എടുക്കുക, അല്ലെങ്കിൽ വേണ്ട, പിന്നെ ഒരിക്കലും വേണ്ട. നൗ ഓർ നെവർ.